പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തും. കാളിമാരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് സമസ്തയിൽ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ ഇടയിൽ പ്രകടിപ്പിച്ചത് വിവാദമായിരുന്നു. മുക്കം ഉമർ കാളി അടക്കം പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം കാളിമാർ അവരുടേതായിരിക്കുന്ന പാണ്ഡിത്യം കീപ്പ് ചെയ്യണം. ഒരുപാട് പള്ളിയുടെ കാളിയാകുന്ന സമയത്ത് രാഷ്ട്രീയക്കാരെ പോലെ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ പറയാനോ പാടില്ല. ഈ തരത്തിലായിരുന്നു പോകുന്നത്. അത് വലിയ വിവാദവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അദ്ദേഹം പാടിയിരിക്കുന്ന ഒരു പാട്ട് തെറ്റല്ല. അത് പാടുന്ന ആള് അതിനോട് യോജിച്ച ആളായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കുഞ്ഞാലിക്കുട്ടി പാടി, അയാൾ രാഷ്ട്രീയ നേതാവാണ്, മതപണ്ഡിതനല്ല. പള്ളിയിലെ കാളിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അത് ഒരു പക്ഷേ ശരിയാണ് എന്നല്ല, ശരിയായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ ഇദ്ദേഹം പാടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾക്കത് എതിർക്കേണ്ടി തന്നെ വരും. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അതൊരു ഹിന്ദു മത ആചാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഏത് തരത്തിൽ പറഞ്ഞാലും നമ്മൾക്ക് ഒരുപാട് വ്യാഖ്യാനിക്കാനൊക്കെ ഉണ്ടാവും. ഈ ഓണം എന്നൊക്കെ പറയുന്നത് ഒരു പൊതു ആഘോഷമാണ്, പൊതു ആചാരമാണ്, പൊതു അനുഷ്ഠാനമാണ് എന്നൊക്കെ പറയാം. അല്ല, അതൊരു ഹിന്ദു ധർമ്മത്തിൻ്റെയും ഹിന്ദു വിശ്വാസത്തിൻ്റെയും ഹിന്ദു ആചാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഹൈന്ദവരുടെ പുരാണത്തിൽ ആചാരപരമായിരിക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങളിൽ ഈ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊരു പാരമ്പര്യമായിട്ടുള്ളതാണ്. പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട് എന്ന് പരിശോധിച്ചാൽ, അതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. മഹാബലിയുടെയും മഹാബലി വാമന കഥയാണ് ഈ ഓണാഘോഷത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം. മഹാബലി ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട കഥയാണ് ഇത്. മഹാബലിയെ കാണാൻ വേണ്ടി വാമനൻ എത്തിയതും 3 അടി ഭൂമി ലഭിച്ചതും തുടർന്ന് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പോയതാണ് എന്നും പറയുന്നു. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കഥയുടെ ആവിഷ്കാരമാണ് നമ്മൾ ഈ പറഞ്ഞത്. വർഷത്തിലൊരിക്കൽ മഹാബലി പ്രജകളെ കാണാൻ വേണ്ടി ഭൂമിയിലേക്ക് വരുന്നു എന്നതാണ് ഐതിഹ്യം. അത് വാമന ആരാധന എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. അവരുടെ ആരാധനയുടെ ഭാഗമായിട്ട് ഓണപ്പൂക്കളം, ക്ഷേത്ര ആചാരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ഇതെല്ലാം ഈ മതാചാരത്തിൻ്റെ ഭാഗമാണ്. തമിഴ്നാട്ടിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ തിരുവോണം വാമന ജയന്തി കൂടിയായിട്ട് ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട ആചാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന് വേണ്ടി ഓണാഘോഷം നടക്കുന്ന സമയത്ത് മറ്റു മതസ്ഥർ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചാൽ, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടു തന്നാൽ അത് സ്വീകരിക്കുക, അത് പോയിട്ട് കഴിക്കുക, അത് മറ്റൊരു രീതിയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുക, പ്രചോദിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് അവരുടെ ആചാരം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരു തലമാണ്. ആ തലം ഇങ്ങനെ ഇത്തരം പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഇത്തരം ആളുകൾ സാമൂഹ്യപരമായ രീതിയിൽ അല്ലെങ്കിൽ മതപരമായ രീതിയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇത്ര പ്രവൃത്തി ചെയ്യുമ്പോൾ തൊട്ട് പിറകെ ഉള്ളവർ ഇതൊരു അനുഷ്ഠാനമാണ്, ഇത് ചെയ്യേണ്ടതാണ് എന്ന് ചിന്തിക്കുക സ്വാഭാവികം. മൊല്ലാക്ക നിന്ന് പാത്തിയാൽ മക്കൾ നടന്നു പാത്തും എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെയാണ്. മുൻപത്തെ പോലെയല്ല, ഇപ്പോൾ കുറച്ചും കൂടിയും വ്യത്യസ്തത ഉണ്ടായിരിക്കുന്നു.
വലിയ രീതിയിലുള്ള ഇടപെടലുകൾ മുസ്ലിം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.